ഇത് ഏതെങ്കിലും ആസ്പത്രി കൊണ്ടുപോയി തുന്നിടിക്കാൻ ഈ 3-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയനിപ്പോ. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂല. എടാ ആശുപത്രി പോയാൽ പോലീസ് കേസാവും. ആവട്ടേന്ന്, അവന് പോലീസിനെ നല്ല 4 ഇടിയിട്ടണം. കേസും കൂട്ടമൊന്നും വേണ്ട. മറ്റേ സംഗതി അവൻ പറഞ്ഞാൽ നമ്മളകത്താകില്ലേ? നീ അടക്കം. ഏത് സംഗതി? തേങ്ങാക്കൊല. വണ്ടി ഇടിച്ചത്. ഓ എന്നാ വേണ്ട. ഓ ഒന്ന് പതുക്കെ കെട്ട്. ഇത് വണ്ടിയിൽ തടിക്ക് കയറ് വരികണ പോലാണല്ലോ നീ കെട്ടണേ. ഇത് വേദനിച്ചോ? ശ്രീധരോ, നിന്നെ കണ്ട് നന്ദി പറയാൻ വേണ്ടി ഇതേ ഒരാള് വന്നിട്ടുണ്ട്. ഇയാളോ? വാ അകത്തേക്ക് വാ. വൈകാതെ അവന്റെ കെണിയിപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് സുമതിയായിരിക്കും. ആ സുമതി അവൻ കല്യാണം കഴിക്കുമെന്ന അമ്മണി എന്നോട് പറഞ്ഞത്. ഒരു വണ്ടി മുതലാളി. ഇനി അവൻ സ്വർണം കൊണ്ടൊരു ലോറി ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും എന്റെ മോളെ കൊടുക്കത്തില്ല. കൈക്ക് വേദനയുണ്ടോ? ആ എല്ലാരും ഇത് തന്നെയാ ചോദിക്കണേ. കത്തി കൊണ്ട് മുറിഞ്ഞാ പിന്നെ വേദനിക്കാണ്ടിരിക്കും. കൊറേ മുറിഞ്ഞു? ഏയ് കുറച്ച്, വലിയ കുഴപ്പമില്ല. ഒരാഴ്ചത്തെ ജോലി പോയി, ആ കാശ് തന്നേക്കണം. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര ചോദിച്ചാലും തന്നേനെ. എത്ര തന്നാലും തികയില്ല. എന്റെ ജീവിതം തന്നെയാ രക്ഷിച്ചത്, മറക്കില്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല. അല്ലാതെ എന്താ ഒരു നിവൃത്തി? ഒരുത്തിന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു പണത്തൂക്കം പൊന്നെങ്കിലും വേണ്ട. എന്റെ കയ്യിൽ അതുമില്ല. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടാം. ഒന്നും വേണ്ട, പണവും വേണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം ഞാനും അത്ര നല്ലവനൊന്നുമല്ല. പക്ഷേ കെട്ടിയ പെണ്ണിനെ അന്തസ്സായിട്ട് പോറ്റാനുള്ള ശേഷിയുണ്ട്, മനസ്സുണ്ട്. ആലോചിക്കും. അല്ല, അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ഞാനും സഹായിക്കാം. നിങ്ങളിന്നെ ഞെട്ടിച്ചല്ലോ ശ്രീരേട്ടാ. പെണ്ണും വേണ്ട പെടക്കോയും വേണ്ടെന്ന് പറഞ്ഞ ആളിപ്പം. ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുന്നതാണ്. ഇങ്ങനല്ലാതെ നമുക്ക് പറ്റിയ തെറ്റ് എങ്ങനെ തിരുത്തും? ശരിക്കും തിരുത്താൻ പറ്റില്ല. എന്നാലും കുറച്ച് അത്രയും സമാധാനം. എന്താടാ നെറ്റിയില്? ഒരു കല്ലടിച്ചു കൊണ്ടതാ. പക്ഷെ കണ്ടാത്തൊന്നും കുപ്പിയുണ്ടുള്ള അടി പറ്റിയതാണ്. അതും പെണ്ണുങ്ങളെ ചെയ്യുന്നു. ഞാൻ അറിഞ്ഞു കാര്യങ്ങളല്ല. നാണം ഉണ്ടോടാ നിനക്ക് ആണാണെന്ന് പറഞ്ഞ് നടക്കാൻ? ആണുങ്ങളായതൊക്കെ പതിവാ. ഏത് ഇതോ? എടാ, ഒരു പെണ്ണിന്റെ മേല് കമ്പം തോന്നിയാല് ഞങ്ങളൊക്കെ അവളെ ഒതുക്കാറാ പതിവ്. ഇതെല്ലാരും കൂടെ നിന്നെ ഒതുക്കി ഇങ്ങനെയുള്ള ഏർപ്പാടിന് പോകുമ്പോ ഒറ്റയ്ക്ക് തിന്നാമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്കെന്താ കഴിക്കൂ? അല്ല, ആ പന്നി എന്തിനാണ് അതിലിടപെട്ടെ ശ്രീധരൻ? അവനല്ലേ ഇപ്പൊ ഈ നാട്ടുകാർ മുഴുവൻ രക്ഷകർത്താവ്. ഓ, എന്നെ കിട്ടുന്നിടത്തിട്ട് പിടിക്കാതിരിക്കല്ലേ. ആ, ഒരു നായ്ക്ക് മറ്റൊരു നായെ കണ്ടുകൂടാന്ന് പറയുന്നത് ശരിയാ. ഇനി എന്റെ കാര്യത്തിൽ ഇടപെടട്ടെ. രണ്ടിലും തീർച്ചപ്പെടുത്തിയായിരിക്കണേ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. വെറും ഒരു പെണ്ണിന് വേണ്ടി ഉള്ള തടി കേടാക്കണോടാ. അവള് വെറും പെണ്ണല്ല പറയുന്നേ. അവളൊരേന. എനിക്കുണ്ടെങ്കിൽ പറയുന്നതിനുണ്ട്. രവി പാവ സ്നേഹിച്ച കുടൽ കൊടുക്കും. കുത്തിയാലുണ്ടല്ലോ. ഞാൻ മാറിത്തരണം. ആണുങ്ങളുടെ കടവിൽ കല്ലില്ല, അതാ ഇവിടെ ഇറങ്ങിയത്. ഞാൻ മാറിത്തരാം. നാലഞ്ച് ദിവസം മുമ്പ് ഞാൻ അമ്മാനോടൊരു കാര്യം പറഞ്ഞു. തീരയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറയാൻ പഠിക്കണ്ട. എനിക്ക് വിഷമം തോന്നില്ല. ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? തുണിയലക്കി തരാൻ കുഞ്ഞാലിക്കോട് പറഞ്ഞൂടെ? ഒരാഴ്ച പണിയില്ലാത്തതുകൊണ്ട് അവൻ വീട്ടിൽ പോയിരിക്കുക. ആ ഷർട്ടും മുണ്ടൊക്കെ അവിടെ ഇട്ടേരെ.
ഇടത്തെ കൈ കൊണ്ട് സോപ്പ് പുരട്ടി എടുത്താ വെളുക്കില്ല. പക്ഷേ അത് എന്നും വേണ്ടി വരും. പറ്റുമോ? പെണ്ണുങ്ങളുടെ കടവിൽ നോക്കി നിൽക്കാതെ വേഗം കുളിച്ചിട്ട് പോവാൻ നോക്ക്. അമ്മാനെ അമ്മാനെ രവി വണ്ടിയുമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇല്ല. ആ എന്നാ വന്നിട്ടുണ്ട്. കൂടെ ആ കുഞ്ഞു പറയതുണ്ട്. എന്ത് കുഞ്ഞു പറയത്? ഓ അവക്കർ മുതലാളിനെ കുത്തിക്കൊന്നിട്ട് ജയിലിൽ പോയാ കേടി കുഞ്ഞു പറയത് നിങ്ങൾക്ക് അറിയില്ല? നിന്റെ അമ്മനെ കൊണ്ട് വിളിക്കടി. സഹായ കമ്മിറ്റികളെയും കാവൽപ്പെട്ടികളൊക്കെ അവിടെ വിളിച്ചോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? തന്റെ പെണ്ണുമ്പിള്ള വിളിക്ക് പറയാം. എന്താ എന്താന്നോ? ഈ മുറിയിൽ എന്റെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, എനിക്കത് വേണം. ഉണ്ടായിരുന്നൊക്കെ നിന്റെ ആ ചെക്കൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് മാത്രമല്ല വിലപിടിപ്പുള്ള പലതും ഉണ്ടായിരുന്നു. ദേ നുണ പറയരുത്. ഒരു കട്ടിലും കസേരയും അല്ലാതെ പിന്നെ എന്തോന്നാ ഉണ്ടായിരുന്നത്? പലതും ഉണ്ടായിരുന്നു. നിങ്ങളോടാരാ അത് എന്റെ മുറി നിർത്ത് പുറത്തിടാൻ എടാ, പറഞ്ഞത്? നിന്റെ മുറിയോ? അത് നിന്റെ വീട്ടില്. നിന്റെ മുറി ഞാൻ വാടക പറഞ്ഞുറപ്പിച്ച് 1000 രൂപ അഡ്വാൻസ് തന്ന മുറി എന്റെ മുറിയാ. ഞാൻ ഇല്ലാത്തപ്പോ തുറക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞങ്ങളെ മുറി തുറക്കാൻ ഞങ്ങൾക്ക് എന്താ അവകാശം എന്നോ? അതെന്ത് വർത്താനാ? താൻ മിണ്ടരുത്. ഇവളാ എന്റെ കാശ് മേടിച്ചത്. നിന്റെ അമ്മയെ പോയി വിളിയടാ ഇവളെന്ന്. എന്റെ കാശ് വെച്ചിട്ട് ന്യായം പറയും. ഇയാളെ ഭരിക്കുന്നത് എന്നെ ഭരിക്കാൻ വന്നതാണല്ലോ. അടിച്ചാൽ പല്ല് തെറിപ്പിക്കും. എന്നാ ഒന്ന് അടിയടാ, ഒന്ന് കാണട്ടെ. നീ പോടി അവിടുത്തെ. എന്റെ അമ്മണി നീ ഒന്ന് അടങ്ങുന്നുണ്ടോ? ഞാൻ പോടും, അവിടെ കാണും. അടിയടാ, ഒന്ന് കാണട്ടെ. അല്ലേ നിലക്കേക്ക് അവന്റെ കാശ് മേടിച്ച് നിന്നേ ചേർന്ന് പിടയ്ക്കുന്നോ? ദേ നിങ്ങൾ ഇതിൽ ഇടപെടരുത്. എവനോട് ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ അത് ഞാൻ കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ വിലപിടിപ്പുള്ള ഒരു സാധനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. കാശ് മേടിച്ചിട്ടുണ്ടല്ലോ, അതെനിക്കിപ്പോ കിട്ടണം. കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഉണ്ടാകുമ്പോ അങ്ങ് തന്നേക്കാം. പോയി പള്ളി പറഞ്ഞാൽ മതി. ഉണ്ടാകുമ്പോ ഒലത്താന്ന്. ഒരാഴ്ചക്കുള്ളിൽ എന്റെ കാശ് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ രവി അത് മുതലാക്കും. അത് ഓർത്തോ. സഹായ കമ്മിറ്റിക്കാരും രക്ഷകർത്താക്കന്മാരും ഒക്കെ കേൾക്കാനാ പറയണത്. പോ. അവളാണല്ലേ? അവള് രംഭ, മറ്റുള്ള മേനക. ഇവിടെ കണ്ട കണ്ണും മൂക്കും ചെത്തുമെന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി? വരുമ്പോ പറഞ്ഞേക്കടി രവി ഒന്നൊന്ന്. ഇനിയും വരുമെന്ന് പറഞ്ഞേക്ക്. വാ. ഇപ്പൊ കിട്ടിയില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാണ് അന്റെ ചക്രവർത്തമാനം ചെലവ് ചെയ്ത് നമുക്ക് അപകടമാണ്. ദേ, എനിക്ക് കലികൊണ്ടിരിക്കുന്ന നേരാ. ഇപ്പൊ എനിക്ക് മാത്രമായി കുറ്റം. നിങ്ങൾ നക്കി കുടിച്ചതല്ലേ? ആരെ കാണിക്കാൻ അടി ഇറങ്ങി വന്നിരിക്കുന്നേ? കേറി പോടിയാകത്തോ. ഒറ്റ എണ്ണത്തിന് ഇനി വെളി കണ്ടുപോകരുത്. ഈ ബുദ്ധി നേരത്തെ തോന്നിയെങ്കിൽ കൊള്ളായിരുന്നു. കണ്ട ലോറിക്കാരുടെ മുമ്പിൽ പെൺകുട്ടികളെ മേശ തുറക്കാനും വിളമ്പാനും വിട്ടിട്ട് ഇപ്പോ ശ്രീധരേട്ടനോടുള്ള കോള ഇവിടെ ഒന്ന് കാണിച്ചിട്ട് പോയത്. ആ അവൻ ഉണ്ടാവാതിരുന്നത് ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ കത്തിക്കുത്തിലേ അവസാനിക്കുള്ളൂ. അവൻ നാട്ടിൽ പോയിരിക്കുക. കല്യാണത്തിന്റെ വല്ലതും? ആ നാട്ടിൽ അവനൊരു ആശാനും മോളുണ്ട്. സ്വന്തം അച്ഛനും പെങ്ങളും. അവര് വന്നിട്ട് വേണം ദിവസം നിശ്ചയിക്കാൻ. ഉടനെ ഉണ്ടാവുമോ? എന്തിനാ നീട്ടുന്നേ? കല്യാണം കഴിഞ്ഞ് ആശാനും മോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അവന്റെ പ്ലാൻ.